ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോയ്. പച്ചക്കലയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഗാർഡനാണ്. ഒരുപാട് നമ്മുടെ വ്യൂവേഴ്സ് ചോദിച്ചതനുസരിച്ച് ഗാർഡൻ ടൂർ ആവശ്യപ്പെട്ട് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിരുന്നു. അതിൻ്റെ ഒരു സമയപരിമിതി വെച്ച് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് നീണ്ടുപോയെന്നേ ഉള്ളൂ. പക്ഷെ ഇന്ന് എന്തായാലും അങ്ങനെ ഒരു ഗാർഡൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിടാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഗാർഡൻ എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായ സ്ഥലത്ത് ഒരു ചെറിയ ഒരു ഗാർഡനാണ് എനിക്കുള്ളത്. ആ ഗാർഡൻ ഞാൻ എപ്പോഴും മാറ്റി മറിച്ച് അറേഞ്ച് ചെയ്ത് പല രൂപത്തിലും ഭാവത്തിലായിരിക്കും പല സമയങ്ങളിലും. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഗാർഡൻ അല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഉള്ള ഗാർഡനല്ല കുറച്ച് കഴിയുമ്പോഴുണ്ടാവുക. എനിക്ക് വളരെ വിപുലമായ മുറ്റോ അതുപോലെയുള്ള വലിയ ഉദ്യാനങ്ങളോ ഒന്നും എനിക്കില്ല, സ്വന്തമായിട്ടില്ല. അപ്പോൾ എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ഗാർഡൻ്റെ കുറച്ച് ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. അതും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തി ഞാൻ നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ ഇന്ന് ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. എൻ്റെ ഈ ആദ്യം വെച്ചിട്ടുള്ള കാണുന്ന ചുവന്ന പൂക്കളുണ്ടായി നിൽക്കുന്ന ആ ഒരു ചെടി, അത് ബിഗോണിയ എന്നാണ് ആ ചെടിയുടെ പേര്. അതെൻ്റെ ഒരു ചട്ടി മാത്രമേ ഉള്ളൂ. എപ്പോഴും നിറയെ പൂവുണ്ടായി നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു ചെടിയാണത്. അത് കഴിഞ്ഞ് അതിനടുത്ത് വെച്ചിട്ടുള്ളത് ഒരു ബോർഡർ ലൈനായിട്ട് ഒരു വെള്ള ഇലയായിട്ട് നമ്മൾ കാണുന്ന ഈ ചെടിയാണ് സിങ്കോണിയം. സിങ്കോണിയത്തിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇതൊരു വൈറ്റ്, ഒരു ലൈറ്റ് ഗ്രീൻ അങ്ങനെ ആയിട്ടുള്ള ഒരു ലീഫാണത്. നമുക്ക് ഈ ബോർഡർ ലൈനൊക്കെ അതുപോലെ വയ്ക്കാനായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ്. വലിയ പരിചരണമൊന്നുമില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ആ ചെടികൾ ആ ബോർഡർ അവസാനിക്കുന്നിടത്ത് ഈ കാണുന്നത് ഒരു ചെറിയ പുൽത്തകിടി, ഒരു കോർണർ ഞാൻ കുറച്ച് പ്ലാന്റുകളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ് വളരെ സിമ്പിളായിട്ട്. അതാണിപ്പോൾ നമ്മൾ കാണുന്നത്. കുറച്ച് ഗ്രാസ്, അതുപോലെ കുറച്ച് നമ്മുടെ റിബൺ ഗ്രാസ്, സിങ്കോണിയം, അതുപോലെ കുറച്ച് ഫേണ്, ഇത്തരം ചെടികൾ, പെപ്രോമിയ, ഇങ്ങനെയുള്ള കുറച്ച് ചെടികൾ ചേർത്ത് വെച്ചിട്ടാണ് ഈ കോർണർ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ചെടി ഉണ്ട്, നിറയെ വെള്ള പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണിത്. പടർന്നു കയറുന്നൊരു ചെടിയാണ്. അതിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. കോർണർ ഗാർഡൻ്റെ മുകളിലായിട്ട് നമ്മൾ ഗ്രാസ് ബോള്, കൊക്കഡാമ, ഈ വക സംഗതികളൊക്കെ അവിടെ ഒരു മാവിൻ്റെ കൊമ്പിൽ തൂക്കിയിട്ടിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ഹാങ്ങിങ് ഗാർഡൻ പോലെ ഫീൽ ചെയ്യുന്ന തരത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നല്ല ചൂടുകാലമായതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ ഇത്തിരി നശിച്ച് അതിൻ്റെ പച്ചപ്പൊക്കെ പോയിരിക്കുകയാണ്.
ആ ഗ്രാസ് ബോള് ഒരു 5-6 തൂങ്ങി കിടക്കുന്നത് താഴെ നിന്ന് നോക്കുമ്പോൾ ഒരു നല്ല കാഴ്ചയാണ്. റൈറ്റ് സൈഡിലേക്ക് നീങ്ങുമ്പോൾ ഒരു ചട്ടി ബോൺസായി വെച്ചിട്ടുണ്ട്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബോൺസായി ആണത്. അതിൻ്റെ 2 സൈഡിലായിട്ട് സിങ്കോണിയം, നല്ല പച്ച സിങ്കോണിയത്തിൻ്റെ ഓരോ ചട്ടി വെച്ചിട്ടുണ്ട് മതിലിൻ്റെ താഴെയായിട്ട്. ഞാനുണ്ടാക്കിയ ഒരു ആർട്ടിഫിഷ്യൽ റോക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കോൺക്രീറ്റിൽ ഉണ്ടാക്കിയെടുത്താണ്. ഒരു ഫേൺ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് അതിനകത്ത് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ പാറയ്ക്കകത്ത് പോടിനകത്ത് മരത്തിൻ്റെ മുകളിലൊക്കെ വളരുന്ന ഒരു ബേർഡ് നെസ്റ്റ് ഫേൺ എന്ന് പറയുന്ന ചെടിയാണിത്. വളരെ ഭംഗിയുള്ള ചെടിയാണ്. ഒറ്റയ്ക്ക് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ചെടിയാണ് വാൻഡറിങ് ജൂ എന്ന് പറയുന്നത്. വാൻഡറിങ് ജൂവിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഇതിനകത്ത് ലൈറ്റ് ഷെയ്ഡുകൾ കൊണ്ടും ഡാർക്ക് ഷെയ്ഡുകൾ കൊണ്ടും വരകളും കുറികളൊക്കെ ഉള്ള ഒരു ചെടിയാണിത്. പടർന്ന് തൂങ്ങി താഴോട്ട് കിടക്കും. ഇതിപ്പോൾ വേനൽക്കാലം ചൂടുകാലമൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ ഭംഗി ഇച്ചിരി കുറഞ്ഞു നിൽക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് പടർത്തി വിടാവുന്ന, വളരെ ഫില്ലായിട്ട് പടർന്നു കയറുന്ന, ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു നല്ല ചെടിയാണ് വാൻഡറിങ് ജൂ. പിന്നെ നമുക്ക് ഈ ഒരു ചെടി വളരെ ലൈറ്റ് ഗ്രീൻ വള്ളിയായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു ചെടിയാണ്. ഇത് സ്വീറ്റ് പൊട്ടറ്റോ വൈൻ എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെയൊക്കെ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് സ്വീറ്റ് പൊട്ടറ്റോ വൈൻ. പിന്നെ കാണുന്നത് പോത്തോസാണ്. നമ്മുടെ മണി പ്ലാന്റിൻ്റെ തന്നെ ഗോൾഡൻ പോത്തോസ് എന്ന് ഞാൻ പറയാറുള്ള ഒരു വിഭാഗമാണിത്. അതും പടർന്ന് തൂങ്ങി വള്ളികൾ താഴോട്ട് കിടക്കുമ്പോൾ നമ്മുടെ ആ മതിലൊക്കെ കവർ ചെയ്ത് കിടക്കുമ്പോൾ ശരിക്കും അകലെ നിന്നുള്ള കാഴ്ചയ്ക്ക് നമുക്കൊരു വെർട്ടിക്കൽ ഗാർഡൻ്റെ ഒരു പ്രതീതി ഉണ്ടാക്കും. ആ മതിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഞാൻ അടിയിൽ നിന്ന് മണി പ്ലാന്റ് പടർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന മണി പ്ലാന്റ് നമ്മുടെ നാടൻ മണി പ്ലാന്റാണ്. അത് മേലകളുമേ യെല്ലോയും ഗ്രീൻ്റെയും ഷെയ്ഡുകളുണ്ട്. പിന്നെ ആ കാണുന്നത് പോത്തോസിൻ്റെ തന്നെ ഒരു പോട്ടാണ്, ഗോൾഡൻ പോത്തോസ് മണി പ്ലാന്റിൻ്റെ. അത് നമ്മുടെ നാടൻ മണി പ്ലാന്റാണ്, മുകളിലേക്ക് പടർന്ന് കയറി പോകുന്നത്. പിന്നെ ഒരു ഗ്രീൻ മണി പ്ലാന്റാണ്, ഡാർക്ക് ഗ്രീൻ ഒരു വെറൈറ്റിയാണ് ആയിരിക്കുന്നത് ഒരു പോട്ട്. പിന്നെ അരേലിയ എന്ന് പറയുന്ന ഒരു ചെറിയ മരത്തിൻ്റെ ചെടിയാണത്. ഒരു ബോൺസായി പോലെ ഞാനൊരു റോക്കിൽ ചുറ്റി പടർന്ന് കയറിയിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ടുള്ളതാണ് അരേലിയ. പിന്നെ ഒരു ഗോൾഡൻ സ്പിനാച്ച്, നമ്മുടെ ഒരു തരം ചീര വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. അത് വാങ്ങിക്കുമ്പോൾ നല്ല കളർഫുള്ളായിരുന്നു. അതൊരു റോക്ക് ഉണ്ടാക്കിയിട്ട്, ആർട്ടിഫിഷ്യലായിട്ട് റോക്ക് ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ റോക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ വെച്ചാലും മതി. ഇത് ഞാനിങ്ങനെ ഒരു റോക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഒരു റോക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി അതിനകത്ത് വെച്ചിരിക്കുകയാണ്. കുറച്ച് റോക്കുകളൊക്കെ നമ്മളവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗാർഡന് ഒരു പ്രത്യേക ലുക്ക് വരാൻ വേണ്ടി കുറച്ച് റോക്കുകൾ കൂമ്പാരം കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ റിയോ എന്ന് പറയുന്ന ഒരു ചെടിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. റിയോയിൽ ഗ്രീൻ ഉണ്ട്, ഒരു ലൈറ്റിഷ് യെല്ലോ കലർന്ന ഒരു കളർ വരുന്നുണ്ട്. അത് ക്ലമ്പായിട്ട് കൂട്ടായിട്ട് വളർന്നു വരുന്ന നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ്. പിന്നെ പെപ്രോമിയ എന്ന് പറയുന്നൊരു ചെടിയാണ് ഈ കാണുന്നത്. അത് ഡാർക്ക് ഗ്രീൻ കളറാണ് അതിൻ്റെ. അത് തന്നെ വേരിഗേറ്റഡ് ഉണ്ട്. പിന്നെ താഴെ നമ്മൾ ലാൻഡ് കവർ ചെയ്യാനായിട്ട് കൊച്ചു ചെടികൾ വെച്ചിട്ടുണ്ട്. സ്പൈഡർ പ്ലാന്റ്, റിബൺ ഗ്രാസിൻ്റെ ചെറിയ മിനിയേച്ചർ ടൈപ്പ് ഒക്കെ. ഇപ്പോൾ ഈ കാണുന്നത് സ്പൈഡർ പ്ലാന്റാണ്. നമുക്ക് ഹാങ്ങിങ് പോട്ടിലിടാം. ഇതുപോലെ തന്നെ നമുക്ക് ലാൻഡ് കവറിങ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ താഴെ കാണുന്നത് കലാഞ്ചോ എന്ന് പറയുന്ന ചെടിയാണ്. നാടൻ വെറൈറ്റിയാണ് അതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി വരുന്നുണ്ട്. ധാരാളം പൂക്കളൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ്. പക്ഷേ ഇത് ഇലയായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. പൂ വരും, പക്ഷേ അത്ര ആകർഷണീയമല്ല. ഒരുപാട് കാലം കഴിയുമ്പോഴേ ഒരു പൂ വരുള്ളൂ. പിന്നെ നമ്മൾ ഫേണാണ് ഈ കാണുന്നത്. ഇതിനിടയ്ക്ക് ഓരോ ഗോൾഡൻ ഫേൺ വെച്ച് കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ ഈ ലാൻഡ് ഫുള്ളായിട്ട് കവറപ്പ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് ടർട്ടിൽ വൈൻ എന്ന് പറയുന്ന ഒരു ഗ്രാസിൻ്റെ ഒരു ഡാർക്ക് വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഒരു ഗ്രാസ് ബോൾ ഉണ്ടാക്കുന്ന വിധം. അങ്ങനെ ഒരു ലൈറ്റ് ഗ്രീൻ ടർട്ടിൽ വൈനും കൂടെ ഉണ്ട്, അതാണ് ഇപ്പോൾ കാണുന്നത്. ഇതൊക്കെ ടർട്ടിൽ വൈൻ്റെ ഗ്രാസ് വെച്ചിട്ട് നമ്മൾ ലാൻഡ് ഫുള്ള് കവർ ചെയ്ത് തീർത്തിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്നത് റിബൺ ഗ്രാസിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ്. അത് ബോർഡർ ലൈനായിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ വലിയ ചൂടുള്ള സമയമായതുകൊണ്ട് അത് വളരെ ക്ഷീണിച്ചും അത് ഇലയൊക്കെ കരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ കാണുന്നത് ഒരു സ്പൈഡർ പ്ലാന്റിൻ്റെ ഒരു നല്ല വെറൈറ്റിയാണ്. അതൊരു പോട്ട് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഒരു റോക്കും കൂടെ നമ്മൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ റോക്കും ഡ്രിഫ്റ്റ് വുഡൊക്കെ ചേർത്ത് വെച്ച് ഒരു ട്രോപ്പിക്കൽ ഗാർഡൻ്റെ സ്റ്റൈൽ ആക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. ഒരു മണി പ്ലാന്റിൻ്റെ ഒരു പുതിയ ഒരു കൊച്ചു മിനിയേച്ചർ, കൊച്ചു ഇലകളുള്ള ഒരു മിനിയേച്ചർ ടൈപ്പാണ്. ഇതിനെ മാർബിൾ ക്വീൻ എന്നാണ് സാധാരണ പറയുന്നത്. അതൊരു പോട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് കോളിയസ് എന്ന വർണ്ണമനോഹരിയായ ചെടി. ഈ ചെടിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഒരുപാട് വർണ്ണങ്ങളിൽ ഈ ചെടി നമുക്ക് കിട്ടും. ധാരാളം വർണ്ണവൈവിധ്യമുള്ള മനോഹരമായിട്ടുള്ള ഈ ചെടി ഒരു 5-10 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. ആ ചെടികളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പിന്നെ ഞാൻ ഒരു ഗാർഡൻ ഡെക്കർ ഐറ്റംസ് ചെയ്തിട്ടുണ്ട്. ആ ഗാർഡൻ ഡെക്കർ ഐറ്റംസിലെ ഒരു സംഗതിയാണ് ഇപ്പോൾ ഈ ഇരിക്കുന്നത്. ഒരു റോക്ക് സ്ലാബിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് പുല്ല് പിടിപ്പിച്ചിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സംഭവമാണിത്. ഇത് ആർക്കും പരീക്ഷിക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്. എൻ്റെ ഈ കൊച്ചു ഗാർഡൻ്റെ ഉള്ളിലെ ഒരു മാവ് ഞാൻ വെച്ചിട്ട് ഒരു 5-10 കൊല്ലമായി. അൽഫോൻസോ മാവിൻ്റെ ഒരു തൈ വെച്ചതാണ്. ഇപ്പോൾ അതിൽ നിറയെ മാങ്ങകളുണ്ട്. ആ മാവിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഈ താഴെ ഞാനൊരു ട്രോപ്പിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ പലതരത്തിലുള്ള പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഗോൾഡൻ ഫേണ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ടർട്ടിൽ വൈൻ ഒരു ബ്രാഞ്ചുമ്പോൾ ഫുള്ളായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ആ മാവിൽ ടിലാൻസിയ വിഭാഗത്തിൽപ്പെട്ട ചെടികളുണ്ട്. ഓൺസീഡിയം എന്ന് പറയുന്ന ചെടിയുണ്ട്. ഇതെല്ലാം ഈ മാവിൻ്റെ ബ്രാഞ്ചുകളിൽ വെച്ച് പിടിപ്പിച്ചിട്ട് താഴെ നിന്ന് നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കൊക്കഡാമ പോലുള്ളതും ഗ്രാസ് ബോളൊക്കെ തൂക്കിയിട്ടിട്ട് മനോഹരമായിട്ടുള്ളൊരു വ്യൂ കിട്ടാവുന്ന തരത്തിലാണ് എൻ്റെ ഈ കൊച്ചു ഗാർഡൻ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ മാവിൽ നിറയെ അൽഫോൻസോ മാങ്ങ ഉണ്ടായി നിൽക്കുന്ന സമയമാണിപ്പോൾ. എൻ്റെ ഈ കൊച്ചു അൽഫോൻസോ മാവിൽ നിറയെ മാങ്ങയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ മാവിൻ്റെ മുകളിൽ നിന്ന് ഓരോ ബ്രാഞ്ചിലും കെട്ടി തൂക്കിയിട്ടുള്ള ഗ്രാസ് ബോൾ, കൊക്കഡാമ, മറ്റ് പല പ്ലാന്റ്സ്, ഹാങ്ങിങ് ബിഗോണിയ ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു ഗാർഡനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ വേറൊരു സൂത്രം കൂടെ ചെയ്തിട്ടുണ്ട്. ഒരു ബേഡ് ബാത്ത് തൂക്കിയിട്ടിട്ടുണ്ട്. ആ ബേഡ് ബാത്ത് ഒരു കൊച്ചു ചട്ടിക്കകത്ത് നിറയെ വെള്ളം വെച്ചിരിക്കുന്നതാണ് ബേഡ് ബാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ വേനൽക്കാലത്ത് ഒരുപാട് പക്ഷികൾ കുളിക്കാനും കുടിക്കാനുമായിട്ട് എൻ്റെ ഈ കൊച്ചു ഗാർഡനിലേക്ക് വരുന്ന കാഴ്ച വളരെ അതീവ ഹൃദ്യമാണ്, മനോഹരമാണ്. നിങ്ങൾക്കിതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. വീട്ടിലേക്ക് കയറി വരുന്ന എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഞാനൊരു ഡ്രിഫ്റ്റ് വുഡ് വെച്ചിട്ടുണ്ട്, ഒരു പ്ലാന്റർ ബോക്സ്. അതിനകത്ത് കുറച്ച് റിയോ, ഫേണ്, സിങ്കോണിയം, കോളിയസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. മറുവശത്തായിട്ട് ഞാൻ ഒരു 4-5 ചട്ടി യൂഫോർബിയ വെച്ചിട്ടുണ്ട്. യൂഫോർബിയ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണ്. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് പോകുന്ന ടൈപ്പാണ്. മുകളിലേക്ക് ഉയരം വെച്ച് പോകുന്നതല്ല. മാത്രമല്ല വർഷത്തിലെല്ലാ സമയത്തും നിറയെ പോയിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണിത്.
സ്പ്രെഡ് ചെയ്ത് എന്നും പൂണ്ടായി നിൽക്കുന്ന ഇപ്പം നിങ്ങൾ കണ്ട ഇതേ യൂഫോർബിയ തന്നെയാണ് ഞാൻ മതിലിൻ്റെ പില്ലറുകളിൽ കുറച്ച് ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മതിലേ വെച്ചിട്ടുള്ള ആ ചട്ടികളിൽ തന്നെ ഞാൻ ടർട്ടിൽ വൈൻ ഇട്ടിട്ട് അത് നിറച്ച് തിക്കായിട്ട് വളർന്ന് നല്ല ഉണ്ടയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊരു നല്ല വെറൈറ്റിയാണ് കാഴ്ചയ്ക്ക്. ഈ ചട്ടി നമുക്ക് ഇങ്ങനെ കവർ ചെയ്യുന്ന ഈ ഒരു സൂത്രം കൂടെ ചെയ്താൽ വളരെ മനോഹരമായിരിക്കും പുറത്തുനിന്ന് കാണുമ്പോൾ. ഇപ്പോൾ കാണുന്നത് ഒരു ഫേണാണ്, ഗോൾഡൻ ഫേൺ. ഞാൻ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. അത് നിറയെ ഹോളുള്ളൊരു ബാസ്ക്കറ്റിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബാസ്ക്കറ്റ് കാണാത്ത വിധത്തിൽ ആ ഹോളിൻ്റെ ഉള്ളിലൊക്കെ കൊച്ചു കൊച്ചു തൈക്കളെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ വളരുമ്പോൾ വളരെ ഭംഗിയായിരിക്കും. പിന്നെ താഴെ കാണുന്നത് എൻ്റെ ഒരു ചെറിയ പാഷ്യോ ആണ്. അവിടെ ഒരു ചെറിയ ടേബിളും 2 ചെയറും സെറ്റ് ചെയ്തിട്ട് അവിടെയാണ് ഞങ്ങൾ വിശ്രമ സമയത്തൊക്കെ വല്ലപ്പോഴും ഇരിക്കുകയോ എഴുതുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യുന്ന എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട സ്ഥലമാണിത്. പിന്നെ ഈ ഹാങ് ചെയ്ത് കിടക്കുന്നത് ഒരു ഹാങ്ങിങ് ബിഗോണിയാണ്. പാഷ്യോയിൽ തന്നെ തൂങ്ങിക്കിടക്കുന്ന ചെടികളാണ്. നമ്മുടെ പാഷ്യോയുടെ ചുറ്റും കുറച്ച് ചെടികളും മുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കുറച്ച് ചെടികളൊക്കെ വെച്ചാൽ നമ്മളിരിക്കുന്ന അന്തരീക്ഷത്തിൽ ഒരു മനസ്സിനൊരു കുളിർമയും ഒരു സുഖമൊക്കെ കിട്ടാൻ വളരെ നല്ല ഐഡിയ ആണ് ഈ ഗാർഡനിങ്. നിങ്ങളെല്ലാവരും ഇത് കണ്ട് അതുപോലെയൊക്കെ പരീക്ഷിക്കുക. ഞങ്ങളുടെ വീടിൻ്റെ റൈറ്റ് സൈഡിലൊരു ചെറിയ പോർഷനുണ്ട്. അതാണ് ഞാൻ പാഷ്യോ ആക്കി എടുത്തിട്ടുള്ളത്. പാഷ്യോ എന്ന് പറയാൻ മാത്രം വലിപ്പമൊന്നുമില്ല. ഞാൻ ഈ അതിൻ്റെ റൈറ്റ് സൈഡിലെ കോർണറിൽ കുറച്ച് ചെടികളൊക്കെ വെച്ച് ഒരു ചെറിയൊരു പ്ലാന്റ് ഐലൻഡ് രൂപപ്പെടുത്തിയിരിക്കുകയാണ്. കുറച്ച് ഫേണ്, കുറച്ച് അരേലിയ, കുറച്ച് ഷഫ്ലേറ, പിന്നെ ഗോൾഡൻ പോത്തോസ് വെച്ചിട്ടൊരു ബാസ്ക്കറ്റ്. ആ ബാസ്ക്കറ്റിൽ നിന്ന് ഒരു അരേലിയയുടെ ഒരു ചെറിയ പ്ലാന്റ് വെച്ചിട്ട് ഒരു കൊച്ചു മരം രൂപപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. ആ മരത്തുമ്പോൾ ഞങ്ങളൊരു ബേർഡ് നെസ്റ്റ്, ഒരു കിളിക്കൂടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൊക്കടാമ ഒരെണ്ണം തൂക്കിയിട്ടിട്ടുണ്ട്. ഒരു ഭംഗിയുള്ളൊരു കാഴ്ചയാക്കി അത് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് അത്രയൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ മുകളിലേക്ക് നോക്കിയാൽ ഞാൻ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് തൂക്കിയിട്ടിട്ടുണ്ട്. ഈ പോട്ടിനകത്തൊക്കെ ഒരു ഹാങ്ങിങ് ബിഗോണിയ തൂങ്ങിക്കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ ഗോൾഡൻ ഫേണ് ഒരു ചട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു റെഡ് ബിഗോണിയ ഹാങ്ങിങ് പോട്ടിൽ തൂക്കിയിട്ടിട്ടുണ്ട്. വീണ്ടും നമ്മുടെ ടർട്ടിൽ വൈൻ ഒരു പോട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇരിക്കുന്ന പോർഷനിൽ തലയ്ക്ക് മീതെ മുകളിലേക്ക് നോക്കിയാൽ തൂങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയാണ് ഇവിടെ ഇതിൻ്റെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ പെഞ്ചിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു റോക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ പോഡിലൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിച്ച് ഒരു ചട്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് മാത്രം ഫോക്കസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരിക്കും. പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് ഒരു വീവിങ് പ്ലാന്റാണ്. പ്ലാന്റ് നമ്മൾ നെയ്തെടുത്തിട്ടുള്ള രീതിയിലുള്ള ഒരു പരീക്ഷണം. അത് പക്ഷേ വിജയിച്ചു, കുഴപ്പമില്ല. ഞാൻ അതിൻ്റെ ടെക്നിക്ക് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ഇട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതും ഒരു പെഞ്ചിങ് റോക്കാണ്. അതിനകത്ത് പ്ലാന്റ് ചെയ്തിട്ടില്ല. സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് അതിനകത്ത് വെച്ച് ഭംഗിയാക്കണം. പിന്നെ കാണുന്നതൊരു കാക്ടസ് പ്ലാന്റാണ്. ഒരു ചെറിയൊരു പീസ് കൊണ്ടുവന്ന് വെച്ചതാണ്. അത് വളരെ തിക്കായിട്ട് ഭംഗിയായിട്ടൊരു കൊച്ചു പാത്രത്തിൽ നിറഞ്ഞ് തിങ്ങി വളർന്ന് നിൽക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അതിനെപ്പറ്റി ചോദിക്കുക, അതിൻ്റെ പീസ് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാക്ടസ് ആണത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ടെറേറിയം വെച്ചിട്ടുണ്ട്. ഏകദേശം 1 വർഷമായ ടെറേറിയമാണ്. ഇപ്പോഴും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. ടെറേറിയത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. വീണ്ടും താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മളൊരു PVC പൈപ്പിനകത്ത് മണി പ്ലാന്റ് ചുറ്റി പടർത്തി നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഒരു 2-3 ചട്ടി പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ എപ്പീസിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. കൊച്ചു കൊച്ചു ചുമന്ന പൂവുകളുണ്ടാകും. നല്ല ഭംഗിയുള്ള പൂവാണ്. പിന്നെ നമുക്ക് ഒരു ബിഗോണിയയുടെ ഒരു പോട്ട്, അത് കഴിഞ്ഞ് നമുക്ക് ഓർക്കിഡിൻ്റെ ഒരു പോട്ട്. ഇത്രയും വെച്ചിട്ട് ഞാൻ ഒരു ചെറിയ കോർണർ ഒന്ന് അലങ്കരിച്ചിരിക്കുകയാണ് പാഷ്യോൻ്റെ. എൻ്റെ ഈ പരിമിതമായ സ്ഥലത്ത് ഒരു കൊച്ചു ഗാർഡൻ നിങ്ങളെ ഞാൻ കാണിച്ചു കഴിഞ്ഞു. നിങ്ങൾ കണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ വലിയ സഹകരണവും സ്നേഹവും അഭിപ്രായങ്ങളും ഞങ്ങളെ കൂടുതൽ പ്രചോദിതരാക്കുന്നു.
അതനുസരിച്ച് ഞങ്ങൾ പുതിയ പുതിയ നല്ല നല്ല വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അത് ഞങ്ങളെ അറിയിക്കുക. ഇതുവരെയുള്ള എല്ലാ വീഡിയോസിലെയും കമൻസിനെ ഞങ്ങൾ പരിഗണിച്ചുകൊണ്ട് അതിനുള്ള മറുപടിയായി ഞങ്ങളൊരു വീഡിയോ തന്നെ അടുത്തതായിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, ബൈ.